ഡിയർ ഫ്രണ്ട്സ്, ഒരുപാട് പേര് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് എന്ന് പറയുന്ന ഒരു ഏരിയയാണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിൻ്റെ യൂട്ടിലൈസേഷൻ. പക്ഷേ അതൊരു സിസ്റ്റമാറ്റിക് ഓർഡറിൽ മനസ്സിലാക്കിയെടുത്താൽ ഒരു കോംപ്ലിക്കേഷനും അവിടെ ഇല്ല എന്നതാണ് സത്യം. ഇതിനായി നമുക്ക് ആദ്യം ഈ GST പേയ്മെൻറ്റുകൾ 3 തരമുള്ളതായി മനസ്സിലാക്കണം. ഒന്ന്, സെൻട്രൽ ഗവൺമെൻറ് വിഹിതമായ CGST, സ്റ്റേറ്റ് ഗവൺമെൻറ് വിഹിതമായ SGST, പിന്നെ നമ്മൾ ഇൻ്റർസ്റ്റേറ്റ് ട്രേഡ് നടത്തുമ്പോൾ അടയ്ക്കുന്ന IGST. അങ്ങനെ നമ്മൾ 3 തരം പേയ്മെൻറ്റ് നടത്തുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും 3 തരം ക്രെഡിറ്റുകൾ നിങ്ങൾക്കുണ്ടാവും. സോ ആദ്യം നമുക്ക് IGSTയുടെ ക്രെഡിറ്റ് നിങ്ങൾക്കുണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയുള്ള IGST ക്രെഡിറ്റ് ഉപയോഗിച്ച് നിങ്ങൾ ആദ്യം IGST പേയ്മെൻറ്റുകൾ വേണം നടത്താൻ. അതിനുശേഷം IGST ക്രെഡിറ്റ് മിച്ചമുണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? CGSTക്കോ അല്ലെങ്കിൽ SGSTക്കോ ഉപയോഗിക്കാം. എന്ന് പറഞ്ഞാൽ IGST ക്രെഡിറ്റിൽ മിച്ചമുള്ള ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓർഡറിൽ നിങ്ങൾക്ക് CGSTയോ SGSTയോ അടയ്ക്കാൻ അത് ഉപയോഗിക്കാവുന്നതാണ്. അതിനുശേഷം CGSTയുടെ ക്രെഡിറ്റ് ഉണ്ടെങ്കിൽ CGST ക്രെഡിറ്റ് ആദ്യം നിങ്ങൾ ഉപയോഗിക്കേണ്ടത് CGST പേയ്മെൻറ്റുകൾ നടത്താനാണ്. അതിനുശേഷവും ക്രെഡിറ്റ് ഉണ്ടെങ്കിലേ അതുപയോഗിച്ച് IGST പേ ചെയ്യാൻ ഉപയോഗിക്കാവൂ. തുടർന്ന് നിങ്ങൾക്ക് SGST ക്രെഡിറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. ആ SGST ക്രെഡിറ്റ് ഉപയോഗിച്ച് നിങ്ങൾ ആദ്യം SGSTയുടെ പേയ്മെൻറ്റുകൾ നടത്തണം. പിന്നെയും മിച്ചമുണ്ടെങ്കിലേ ആ ക്രെഡിറ്റ് ഉപയോഗിച്ച് നിങ്ങൾ IGSTയുടെ പേയ്മെൻറ്റ് ചെയ്യാൻ ഉപയോഗിക്കാവൂ. ഇവിടെ കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു കാരണവശാലും CGSTയുടെ ക്രെഡിറ്റ് ഉപയോഗിച്ച് SGST പേ ചെയ്യാനോ SGSTയുടെ ക്രെഡിറ്റ് ഉപയോഗിച്ച് CGST പേ ചെയ്യാനോ നിങ്ങൾക്ക് അനുവാദം ഉണ്ടായിരിക്കുന്നതല്ല. ഇത്രയുമേ ഉള്ളൂ. വളരെ സിമ്പിളാണ് ഈ കൺസെപ്റ്റ്. ഓക്കെ.